പരിശുദ്ധ ഖുർആനിൽ കാണാം നമ്മൾ നമസ്കരിക്കണം. അതിന്റെ പുറമെ വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ വഅ്മുറു അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഅ്മുറു അഹ്ലക ബിസ്സലാ, ഞാൻ നിസ്കരിച്ചാ മാത്രം പോരാ, എന്റെ നിസ്കാരം മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ പോരാ. എന്റെ ഭാര്യ കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? എന്റെ ഭർത്താവ് കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? എന്റെ മക്കള് കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത, ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാത്ത ബോധം എന്ന ഒന്ന് മനുഷ്യനിൽ അവശേഷിക്കുന്നിടത്തോളം കാലം ശരീരത്തിന്റെ ഒരു അവയവങ്ങൾക്കും ചലനമില്ലെങ്കിൽ പോലും ബോധമുണ്ടെങ്കിൽ നിർവഹിക്കൽ നിർബന്ധമായ നിസ്കാരം അത് നിർബന്ധമാണ്. അത് നല്ല ക്ഷമയോടെ സഹനത്തോടെ നിർവഹിക്കണം. സ്വന്തം നിർവഹിക്കാനും ക്ഷമ വേണം, മറ്റുള്ളവരോട് പറയാനും ക്ഷമ വേണം. വഅ്മുറു അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നീ നിസ്കാരത്തിന് കൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് വസ്തബിർ അലൈഹാ, അതിന്റെ കാര്യത്തിൽ നീ നല്ലോണം സഹിക്കണം. കുടുംബം കൃത്യമായിട്ട് നിസ്കരിച്ചോ നോക്കാൻ അത് ക്ഷമയോടെ സഹനത്തോടെ അത് ആലോചിക്കുന്ന ആളുകളെ അത് നോക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ കാര്യം നോക്കാം, അവര് നിസ്കരിച്ചെങ്കിൽ നിസ്കരിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, എത്ര വെച്ചിട്ട് അത് പറയാ, ഞാനത് എന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. അവനവന്റെ കുടുംബത്തിലെ മെമ്പർമാരൊക്കെ കൃത്യസമയത്ത് നിസ്കരിച്ചോ എന്ന പരിശോധനക്ക് കുറച്ച് ക്ഷമയും കുറച്ച് സഹനവും കുറച്ച് മാനസികമായ തയ്യാറെടുപ്പൊക്കെ വേണം. അവരെ അത് ശ്രദ്ധിക്കുകയുള്ളൂ, അവർക്കേ അതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിച്ചോക്കെ അവർ നിസ്കരിച്ചോ ഒന്നും അറിയണ്ട, ഭക്ഷണമായോ എന്നായിക്കോളൂ. നിസ്കരിച്ചോ ആവുകയെന്ന് ഞാൻ അറിയണ്ട. അവര് നിസ്കരിച്ചോ, അവര് നിസ്കരിക്കാൻ സമയം കിട്ടിയോ, അല്ലെങ്കിൽ മക്കള് നിസ്കരിച്ചോ, മക്കള് പഠിച്ചോ, അത് ചോദിക്കും. നിസ്കരിച്ചോ, അതൊന്നും ചോദിക്കാൻ എനിക്ക് സമയമില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നല്ല ക്ഷമയോടെ സഹനത്തോടെ ഇവരോട് നിസ്കരിക്കാൻ കൽപ്പിക്ക്. ഇനി നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് നല്ല ക്ഷമയോടെ മാത്രമേ അത് നിർവഹിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ല. ക്ഷമയോടെ നിർവഹിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഖുശൂഅ് വേണം, മുഹാഫളത്തു വഖ്ത് വേണം, എല്ലാ മര്യാദകളും പാലിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ക്ഷമ അതിന്റെ ഖുശൂഅ്, അതിന്റെ ഖുദൂഅ്, അതുപോലെ തന്നെ അതിലുള്ള അടങ്ങി താമസിക്കലാണ്, തുമഅനീനത്താണ്. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോ നല്ല ക്ഷമയുള്ളവർക്കല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ ഭാരമായിരിക്കും എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർക്ക് നല്ല താല്പര്യം ഉണ്ടാകും, അവർക്ക് അടക്കമുണ്ടാകും, ഒതുക്കമുണ്ടാകും, സാവകാശം അത് നിർവഹിക്കും, ക്ഷമയോടെ അത് നിർവഹിക്കും. അല്ലാഹു അതിന് പഠിപ്പിച്ച അദബുകളൊക്കെ അവരുടെ നിസ്കാരത്തിൽ അവർ പാലിക്കും. കാരണം അവരുടെ മനസ്സിൽ നല്ല ക്ഷമയുണ്ട്, സഹനമുണ്ട്, ഒരു തിരക്ക് പിടിക്കൂല, അവർ അല്ലാഹു നിർദ്ദേശിച്ചതുപോലെ നിർവഹിക്കും. അതേ അവസരത്തിൽ മുനാഫിക്കിന് അതിന് കഴിയൂല, മുനാഫിക്കിന് അത് സഹിക്കാൻ കഴിയൂല. കുറച്ചു നേരം ഒന്ന് അടങ്ങി നിന്ന് ഒന്ന് മനസ്സാന്നിധ്യത്തോടുകൂടി കൃത്യമായി ഒരു ക്ഷമയോടെ സഹനത്തോടെ അത് നിർവഹിക്കാൻ വേണ്ടി മുനാഫിക്കുകൾക്ക് കഴിയൂലാന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله الا قليلا. മുനാഫിക്കീങ്ങളെ പറ്റി അല്ലാഹു പറയുന്നു വഇദാ ഖാമൂ ഇലസ്സലാ, അവർ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ ഖാമൂ കുസാലാ, വളരെ മടിയന്മാരായിട്ടാണ് നിർവഹിക്കുക. ഇതൊന്ന് കഴിഞ്ഞിട്ടാ മതി എന്നേ മനസ്സിലുണ്ടാവുള്ളൂ. നിസ്കാരത്തെ കുറിച്ച് ഓർക്കുമ്പോ വരെ മടി, അലസത. ഇതൊന്നും എപ്പോഴാ തീർന്നു കിട്ടുക? സമയം അല്പം വൈകിപ്പോയാൽ, ഇമാമൊന്നും അല്പം ദീർഘിച്ചു പോയാൽ മടിയായി, വിഷമമായി. എവിടെയാ പെട്ടെന്ന് തീരെ അവിടെ പോവുക. കുറച്ച് നീളുള്ള നിസ്കാരമാണ് അവിടെ പോണ്ട. തിരക്കുള്ള സമയത്ത് മാത്രമല്ല, എപ്പോഴും അതൊരു ശീലം. എന്താ കാരണം? നിസ്കരിക്കാൻ കയറിയ പെട്ടെന്ന് കഴിയണം. അവിടെ റുകൂഉല്ല, സുജൂദില്ല, ഹൈ സ്പീഡിലുള്ള നിസ്കാരമാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാനാണ് മുനാഫിക്കിന്റെ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത്. നിസ്കാരത്തിൽ അവൻ അല്ലാഹുവിനെ വളരെ കുറഞ്ഞ സമയമല്ലാതെ സ്മരിക്കുകയില്ല. എന്താ കാരണം അറിയോ? കുറച്ചു നേരം ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്ന് നിസ്കരിക്കാനുള്ള അതിന് പോലുമുള്ള ക്ഷമ അവനില്ല, അതിന് പോലുമുള്ള സഹനം അവനില്ല. അവൻ നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് അതിന്റെ മര്യാദകളും അതിൻ്റെതായ ചിട്ടകളും പാലിച്ചുകൊണ്ട് ഒരാൾക്ക് നിർവഹിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എവിടുന്ന് നിർവഹിക്കുമ്പോഴും നിസ്കാരത്തിലേക്കാണ് കേറി പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി എന്ന മട്ടിൽ നിർവഹിക്കുന്ന നിസ്കാരക്കാർക്കൊന്നും അതിനോട് താല്പര്യമില്ല എന്നർത്ഥം. അവർക്ക് അതിനോട് സഹനമില്ല.
റുക്കൂഇന്റെ സുജൂദിന്റെ അതുപോലെ തന്നെ ഇഅ്തിദാൽ ഓരോ അവസരങ്ങളിലും നമ്മളൊക്കെ നമസ്കാരത്തിന്റെ ഫർളുകളായി കൊണ്ട് എണ്ണിപ്പടിച്ച കാര്യങ്ങളാണ് തുമഇനീനത്ത് എന്ന ഘടകം. എന്താ തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ അടക്കത്തോടെ നിർവഹിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ എത്ര ആള് പാലിക്കുന്നുണ്ട്? റുക്കോയിലേക്ക് പോയി, ഉയർന്നു, സുജൂദ് പോയി, എഴുന്നേറ്റിരുന്നു, വീണ്ടും പോയി, തഹിയ്യാത്തിൽ ഇരുന്നിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് സ്പീഡിൽ കൂട്ടിയാലും നമുക്ക് ആലോചിച്ചാൽ കിട്ടില്ല, അപ്പോഴേക്ക് സലാം വീട്ടും. എന്താ കാരണം എന്നറിയോ? സഹനമില്ല, ക്ഷമല്ല, നന്മ നിർവഹിക്കാൻ ഒരു ക്ഷമല്ല. പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് സുബഹിക്ക് ഏതെങ്കിലും അവസരത്തിലോ എപ്പോഴെങ്കിലും നിങ്ങൾ ഖുർആൻ എടുത്ത് നിവർത്തിയിട്ട് വായിച്ചു നോക്കി. ക്ഷമ വേണം. നല്ല കാര്യം ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴേക്ക് കുറച്ചാണ് 2 വരി ഓതിയുള്ളൂ, ഒരു 3 വരി ഓതിയുള്ളൂ, അപ്പോഴേക്ക് കോട്ടുവായി വന്നു, ക്ഷീണം തോന്നി, അലസത വന്നു, താല്പര്യമില്ല. ഒന്നിങ്ങനെ ഒരു പേജ് വായിച്ചപ്പോഴേക്ക് തന്നെ മറിച്ചു നോക്കി, ഞാൻ ഇപ്പൊ എത്ര ഏട് ഓതി. അപ്പോഴേക്കന്നെ അവന് മടുപ്പായി, വാച്ചിലേക്ക് നോക്കി, അപ്പോഴേക്ക് ഫോണിൽ നോക്കി, അപ്പോഴേക്ക് ശൈത്താൻ ഓരോന്ന് തോന്നിപ്പിച്ചു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു, അവിടെ മടക്കി വെച്ചു. 5 മിനിറ്റ് ക്ഷമയോടെ ഇരുന്ന് ഖുർആൻ ഓതാൻ നമ്മളെ കിട്ടൂല. 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒരു ദിവസം ഖുർആൻ ഓതാനുള്ള ക്ഷമല്ല, വേറൊന്നുമില്ല. നമ്മൾക്ക് തിരക്കൊന്നുമല്ല, ശൈത്താൻ തോന്നിപ്പിക്കുന്ന തിരക്കാ. ഇതങ്ങട്ട് അടച്ചു വെക്കോളം ശൈത്താൻ പറയും തിരക്കാണ്. അതാണ് അടച്ചു വെച്ച് പുറത്തേക്കാണ്ട് ഇറങ്ങിയാലേ വീട്ടിൽ നിന്ന് ഖുർആനാണ് മടക്കി വെച്ച് നിങ്ങൾ പുറത്തേക്കാണ് മാറി നോക്കി ശൈത്താൻ. 5 മിനിറ്റ് 10 മിനിറ്റ് അടങ്ങിയിരിക്കാൻ സഹനം തരാത്ത ശൈത്താൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഇപ്പൊ തിരക്കൊന്നുമില്ല, ഇനി നിങ്ങൾക്ക് എന്തു ആവാം. 1/2 മണിക്കൂർ പിന്നെ നിങ്ങൾ വെറുതെ നിൽക്കും. ശൈത്താന് സന്തോഷമായി, എന്താ അതവിടെ മടക്കി വെച്ചില്ലേ. വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മണിക്കൂറുകൾ ഇരിക്കുമ്പോ നല്ല സഹനമാണ്. സമയം പോകുന്നത് അറിയുന്നില്ല, ടൈം പാസ് അറിയുന്നില്ല. എന്തൊരു സഹനമാണ് നമുക്ക്. ഭാര്യ ഭക്ഷണത്തിന് വിളിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. പലരും വന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ വല്ലാത്ത ഒരു മാനസികമായി അതിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് കേട്ടോ. വേണ്ടാത്ത സമയത്തൊരു ഖുശൂഅ്, വേണ്ടാത്ത സമയത്തൊരു ഏകാഗ്രത, ചിന്ത വേറെ എങ്ങോട്ടും പോകുന്നില്ല. എന്ത് നടന്നാലും നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മുടെ കണ്ണും കാതും ഖൽബും അതിലേക്ക് മുഴുകി എഴുകി ചേർന്നു. നിസ്കരിക്കുമ്പോഴോ ഒരു കൊതു പാറിയാൽ മതി, അപ്പോഴേക്കും നമ്മൾ അറിഞ്ഞു. ആരെങ്കിലും അധികം പോയാൽ മതി, നമ്മളവിടെ നോക്കി. ഇടയ്ക്ക് നമ്മൾ വാച്ചിലേക്ക് നോക്കി, മുമ്പിൽ കലണ്ടർ ഉണ്ടെങ്കിൽ അയിമേൽക്ക് നോക്കി, ഡേറ്റ് നോക്കി, എന്തൊക്കെയാ ചിന്തിക്കുന്നത്. വാട്സപ്പും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോഴോ നല്ല സഹനമാണെന്താ, അവിടെ തിന്മ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കരണ്ടാണ് അവിടെ ശൈത്താൻ നമുക്ക് മനസ്സിൽ തോന്നിപ്പിക്കുക. 5 മിനിറ്റ് ഖുർആൻ ഓതുമ്പോഴേക്ക് ബേജാറായി, കോട്ടുവായിട്ട്. വാട്സപ്പ് നോക്കുമ്പോ കോട്ടുവായിടുന്നില്ലല്ലോ, നല്ല താല്പര്യമുള്ളതാ നോക്കുന്നത്. അപ്പൊ നമുക്ക് സഹനമില്ല. നല്ല കാര്യം ചെയ്യാൻ സഹനം വേണം. അല്ലാത്തവനത് കഴിയൂല. ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് അതേ സ്ഥലത്തിരുന്നിട്ട് അള്ളാഹുവിനോട് ഉളുവോടുകൂടെ ഒരാൾ നിസ്കരിച്ച അതേ സ്ഥലത്തിരുന്ന് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ മുമ്പ് നേരത്തെ എത്തി പള്ളിയിൽ അല്പനേരം കാത്തിരിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ക്ഷമണ്ടോ? ആ സമയത്ത് നമുക്ക് എന്താ ഇപ്പൊ എങ്ങനെ ഇപ്പൊ നേരം പോകുക എന്ന് ആലോചിക്കാം. എന്നാൽ ആ സമയത്ത് അങ്ങനെ പ്രതീക്ഷിച്ചു ഒരല്പനേരം സഹനത്തോടെ ഇരിക്കാൻ മോമിനീങ്ങൾക്ക് കഴിയുന്നു. എന്താ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈമാൻ അവന്റെ ഹൃദയത്തിലുണ്ട്. നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ശുദ്ധിയോടെ ഉളുവോടുകൂടെ നിസ്കരിച്ച സ്ഥലത്തൊരാളിരുന്നാൽ ഉളു മുറിയാത്തടത്തോളം സമയം അള്ളാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. അല്ലാഹുവേ, ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ, ഈ അടിമയോട് നീ റഹ്മത്ത് ചെയ്യണേ, ഈ അടിമ എന്നോട് തൗബ ചെയ്യുമ്പോ നീ തൗബ സ്വീകരിക്കണേ. നിസ്കരിച്ച സ്ഥലത്ത് ഉളു മുറിയാതെ ഇരുന്നിടത്തോളം കാലം എത്ര മണിക്കൂർ നിൽക്കാൻ കഴിയും അത്രയും സമയം അവിടുന്നാണ് എണീറ്റ് ഉളു ഉറിയാത്തിടത്തോളം കാലം മലക്കുകൾ ഇരിക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യാണ്. ഇത് ഓർക്കുമ്പോ സഹനത്തോടെ ഇരിക്കാൻ മോമിനീങ്ങൾക്ക് കഴിയും. അല്ലാത്തവനൊരു സെക്കൻഡ് ഇരിക്കൂല. നല്ല കാര്യം ചെയ്യാൻ ക്ഷമ വേണമെന്നാ പറയുന്നത്. ഇപ്പൊ നിസ്കാരത്തിന് മാത്രമല്ല, നിസ്കാരം രാത്രി നിസ്കാരം ഒരു 3 റക്അത്തെങ്കിലും ചുരുങ്ങി നിർവഹിക്കാൻ ക്ഷമ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. തഹജ്ജുദ് ഒരല്പമെങ്കിലും നിർവഹിച്ച് ശീലിക്കാൻ, രാത്രി എഴുന്നേൽക്കാൻ ക്ഷമ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ആ ഉറക്കത്തിന്റെ രസത്തിനുണ്ട് എഴുന്നേൽക്കണ്ടേ. ഫജ്റാകുന്നതിന്റെ മുമ്പ് ശൈത്താൻ പറയും അല്ലൈലു തവീൽ ഫർഖുദ്, രാത്രി കുറെ നീളമുണ്ട്, ഉറങ്ങിക്കോ, ആയിട്ടില്ല, അങ്ങനെ കിടത്തും. എന്നാൽ ക്ഷമയും സഹനവുമുള്ളവരെ എഴുന്നേൽക്കും. അവർക്കേ രാത്രി നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ.
അങ്ങനെ ഏത് നന്മ ആലോചിച്ച് നോക്കും. നിസ്കാരം ഫർളാവട്ടെ, സുന്നത്തുകളാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, ഏത് നല്ല കാര്യങ്ങളാവട്ടെ, ക്ഷമ വേണം. സക്കാത്ത് കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർ സക്കാത്ത് കൊടുക്കാൻ കഴിയൂല, ധർമ്മം കൊടുക്കാൻ കഴിയൂല. തന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ് സക്കാത്ത് എന്ന് അറിഞ്ഞവനെ സക്കാത്ത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അവനെ കൃത്യമായി കണക്ക് നോക്കുകയുള്ളൂ. അവന് നല്ല ക്ഷമയുണ്ട്, സഹനത്തോടെ അവൻ കണക്ക് നോക്കും. അല്ലാത്തവനൊരു കമ്മട്ടം പറയും. കൊടുക്കുന്നവനാണെങ്കിൽ ഞാൻ ലൈലത്തുൽ ഖദറിന് കുറച്ചൊക്കെ കൊടുക്കലുണ്ട്, വാരിക്കോരി കൊടുക്കലുണ്ട്. കണക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ അതിലൊക്കെ അപ്പുറം കൊടുത്തിട്ടുണ്ടാവും പറയും. അത് ശൈത്താൻ തോന്നിപ്പിച്ചതാ. അത് ശൈത്താൻ അവനോട് പറയും, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനാണ് കൊടുക്കലാണ്. അവർ കൊല്ലത്തിലാണ് കൊടുക്കും. കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ഇന്റെ സക്കാത്തിന്റെ ഒക്കെ കണക്കിന്റെ ഓവർ ആയിട്ടുണ്ടാവും. എവിടെ എന്താ? അതുകൊണ്ട് സക്കാത്ത് വിടുവോ? സക്കാത്ത് വീടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നവർക്കും ഇങ്ങനെ അതും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കണക്ക് വെച്ചിട്ട് കാര്യമില്ല. സക്കാത്തായിട്ട് വീടണമെന്നുണ്ടെങ്കിൽ ആ നിയ്യത്തോടെ കൊടുക്കണം. അതിന്റെ കണക്ക് നോക്കണം. ശമ്പളത്തിന്റെ കണക്ക് നോക്കണം, മറ്റു വരുമാനങ്ങളുടെ കണക്ക് നോക്കണം, കൃത്യ കണക്ക് നോക്കണം. ബിസിനസ്സുകാരൻ അവന്റെ കടയിലുള്ള മുഴുവൻ സാധനങ്ങളുടെയും സ്റ്റോക്ക് എടുപ്പ് നടത്തണം. ഓരോന്നിന്റെയും കൃത്യമായ കണക്ക് നോക്കണം. ഒരു ടാക്സ് ഓഫീസറുടെ മുമ്പിലും ബോധിപ്പിക്കാനല്ല, റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ കണക്ക് പറയാൻ. അള്ളാന്റെ അടുക്കൽ നമ്മുടെ ഇൻകമിൽ നിന്ന് ഒരു ഫീൽസ് പോലും മറഞ്ഞു പോകൂല. മറ്റുള്ളവരോടൊക്കെ നമുക്ക് പറയാം, ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ്, ഇന്റെ അടുത്ത് ഒന്നുമില്ല, തരാനില്ലാഞ്ഞിട്ടാണ്, അങ്ങനെ അത്ര പ്രയാസമുണ്ട്, ഇത്ര കടങ്ങളുണ്ട്, അതൊക്കെ പലരോടും പറയാം. ദുനിയാവിൽ പലരോടും അതൊക്കെ പറയാം. അള്ളാന്റെ കോടതിയിൽ അതൊന്നും നടക്കൂല. അള്ളാഹ്ക്കറിയാലോ. ആ ഒരു ബോധവും സഹനമൊക്കെ ഉള്ളവനക്ക് ശരിക്കും സക്കാത്ത് കൊടുക്കാൻ കഴിയും. സാമ്പത്തിക രംഗത്തും ശുദ്ധീകരണം പാലിക്കണമെങ്കിൽ സഹിക്കാൻ തയ്യാറുള്ളവർക്കേ പറ്റൂ. നോമ്പ് നോൽക്കണമെങ്കിൽ സഹിക്കാൻ തയ്യാറുള്ളവർക്കേ പറ്റൂ. നോമ്പിന്റെ മാസത്തെ പറ്റി പരിചയപ്പെടുത്തപ്പെട്ടത് തന്നെ ഷഹ്റു സബ്ർ എന്നാണ്. സഹനത്തിന്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്. ഹജ്ജ് ചെയ്യണമെങ്കിലോ ക്ഷമ വേണം. ക്ഷമയില്ലാത്തൊരു ഹജ്ജിന് പോകാൻ കഴിയോ? അതിന് നല്ല പണം ചെലവഴിക്കണം, നല്ല ക്ഷമ വേണം. ലക്ഷങ്ങൾ പോവല്ലേ. പിന്നെ ഇപ്പൊ 5 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഹജ്ജിന് പോകാനാ. 2 ആൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം വേണം. അങ്ങനെയൊന്നും ഇപ്പൊ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ അതിനൊന്നും ആയിട്ടില്ല. പൈസ ഇറക്കാൻ സഹിക്കണം. അതൊരു സഹിക്കലാണ്. വലിയ സഹിക്കല തന്നെയാണ്. നമുക്കൊക്കെ അറിയാലോ. നിസ്കരിക്കാൻ വലിയ സഹനൊന്നും വേണ്ടിയല്ല. സക്കാത്ത് കൊടുക്കേണ്ട കാര്യം വരുമ്പോ നല്ലോണം നമ്മൾ സഹിക്കുന്നുണ്ട്. എന്താ കാരണം? അതന്നെ സഹനം എന്ന് പറയുന്നത്. മനസ്സിനെ കൺട്രോൾ ചെയ്യുക. വേണ്ടത് വേണ്ടപ്പോ ചെയ്യാനുള്ള മനസ്സിന്റെ തയ്യാറെടുപ്പാ സഹനം. അതാ ക്ഷമ. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സഹനം വേണം. മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. നല്ല ക്ഷമ വേണം. എങ്കിലേ മാതാപിതാക്കളോട് പുണ്യം ചെയ്യാൻ കഴിയൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവര് നിന്റെ അടുക്കൽ പ്രായാധിക്യത്തിൽ എത്തിയ നിന്റെ മാതാപിതാക്കൾ, നീ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്, അവരെ വരട്ടരുത്. നല്ല വാക്കേ നീ അവരോട് പറയാവൂ. നീ അവർക്ക് എപ്പോഴും വിനയത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം. നീ അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ക്ഷമ വേണം, സഹനം വേണം. എന്താണെന്നറിയോ? പ്രായമായ ഉമ്മയും ഉപ്പിയും പറഞ്ഞതിന് നേരെ എതിരെ പറയുള്ളൂ. പറഞ്ഞതിന് നേരെ എതിരെ പറയാ. നമ്മൾ പറയാത്തതൊക്കെ പറയും. നമ്മളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തതൊക്കെ അവർ പറയും. ദേഷ്യം പിടിക്കും. കാരണം അവരുടെ പ്രായമാണത്. നമുക്കൊക്കെ അങ്ങനെ വരാനുള്ളതാ. പ്രായമായി കഴിഞ്ഞാൽ മനുഷ്യന് ദേഷ്യം കൂടും. ശാരീരികമായിട്ട് പ്രയാസങ്ങൾ കൂടുമ്പോ തന്നെ മനുഷ്യന്റെ ശരീരം തളരുമ്പോ തന്നെ മനുഷ്യന്റെ ദേഷ്യം കൂടും. അതൊക്കെ എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. ആരും ഒഴിവാകൊന്നുമില്ല. ഇപ്പൊ വാപ്പിയമ്മയൊക്കെ ദേഷ്യം പിടിച്ചിങ്ങനെ പറയുമ്പോ ഈ തന്തക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, തള്ളക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. അങ്ങനെ ഒരു തന്തയും തള്ളയൊക്കെ അവനും ആ സ്റ്റേജിലേക്ക് പോകും. അത്തരം ഘട്ടങ്ങളിൽ അവരോട് വളരെ തന്മയത്വത്തോടെ ആദരവോടെ സംസാരിക്കണം എന്നാണ്. അവരുടെ ഭാഷയില്, സംസാരത്തിന്റെ ശൈലിയില് ഒക്കെ വ്യത്യാസങ്ങൾ കാണും. അകാരണമായി അവർ ദേഷ്യം പിടിക്കും. വെറുതെ അവര് ചിലപ്പോ നമ്മളെ ചീത്ത പറയും. വെറുതെ ദേഷ്യം പിടിക്കും. കാരണല്ലാതെ കുത്തിരുന്ന് കരയും. പല പ്രയാസങ്ങളും ഉണ്ടാകും. എന്താ കാരണം? അതൊക്കെ വയോവൃദ്ധരാണ്, പ്രായമുണ്ട് അവർക്ക്. എന്റെ ഉമ്മ പ്രായമുണ്ട്, എന്റെ ഉപ്പ പ്രായമുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. അവരുടെ പ്രായത്തെ മാനിച്ചിട്ട് നമ്മൾ സഹിക്കണം. അവരെ പ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ സഹിക്കണം. എന്തേ കാരണം? നമ്മുടെ പ്രായത്തെ മാനിച്ച് അവരൊക്കെ പലതും സഹിച്ചോരാ. ഇതിന്റെ മറുവശം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ ഉമ്മാടി ഇപ്പാടി പ്രായം മാനിച്ചിട്ട് നമ്മൾ ധാരാളം സഹിക്കണം എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രായം മാനിച്ചിട്ട് അവരൊക്കെ ഒരു കാലത്ത് ഏറെ സഹിച്ചവരാ.
അന്ന് പ്രായം കൂടിയിട്ടല്ല സഹിച്ചത്, നമ്മളൊക്കെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ ചെറിയ കുട്ടിയല്ലേ എന്നതോർത്തിട്ട് ഉമ്മ കുറെ സഹിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ കുറെ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാന്റെ മടിയിൽ തന്നെ ഒന്നും രണ്ടും നമ്മൾ നിർവഹിച്ചു. കാഷ്ടവും മൂത്രമൊക്കെ അവിടെ ആയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ, ശരീരത്തിലാകെ നമ്മൾ മലവിസർജനം നടത്തി, മൂത്രമൊഴിച്ചു. ഉമ്മ തല്ലിയോ? ബാപ്പ ചീത്ത പറഞ്ഞോ? ഇല്ല, കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ. സഹിച്ചു അവര്, ക്ഷമിച്ചു അവര്. രാത്രി ഒരുപാട് പാതിരക്ക് കരഞ്ഞു, നമ്മൾ എഴുന്നേറ്റിട്ട് കരഞ്ഞു. ബാപ്പയും ഉമ്മന്റെ ഉറക്ക് നഷ്ടപ്പെട്ടു. ദേഷ്യം പിടിച്ചോ? ഇല്ല, സുഖല്ല, കുട്ടിയല്ലേ, ഇടക്ക് കരയും ഇടക്ക് ഉറങ്ങും, എന്താ ചെയ്യാ, അവന്റെ പ്രായം അതല്ലേ. ആ നമ്മുടെ പ്രായത്തിന്റെ ആനുകൂല്യം വെച്ചിട്ട് അവര് കുറെ സഹിച്ചു. നമുക്ക് ചോറ് തരുമ്പോ ഉമ്മനെ നെഞ്ചത്തെ നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടിയായിട്ട് മലന്ന് കിടക്കുമ്പോ ഉമ്മ ഉമ്മക്കാൻ വന്നാണ്, കാലുകൊണ്ടൊരു തൊഴി കൊടുത്തിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അവര് സഹിച്ചു. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കൊച്ചു കൈ കൊണ്ടാണെങ്കിലും വേദനിക്കാഞ്ഞിട്ടൊന്നുമല്ല, വേദനിച്ച് എന്തെങ്കിലും എടുത്ത് കുത്തി, ആണി കൊണ്ടെടുത്ത് കുത്തിയാലും അവര് തിരിച്ചൊന്നും പറയൂല. എന്താ കാരണം? കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ, മോനല്ലേ, മോളല്ലേ. നമ്മുടെ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ അവരൊക്കെ ഒരു കാലത്ത് ഒരുപാട് സഹിച്ചവരാ. മനസ്സിലാക്കണം. നമ്മളെ ചെറുപ്പ പ്രായത്തിന്റെ ആ ഘട്ടം മാനിച്ചുകൊണ്ട് നമ്മൾ പലതും ചോദിച്ചപ്പോ അവര് ദേഷ്യം പിടിച്ചിട്ടില്ല. ചോദിച്ചാൽ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാരായില്ലേ. കൊച്ചു കുട്ടികളായിരുന്ന കാലത്ത് ബാപ്പന്റെ കയ്യും പിടിച്ചു പോകുമ്പോ ബാപ്പനോട് കണ്ണിനെ പറ്റിയൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ബാപ്പ അതെന്താ? പറഞ്ഞു, അതൊരു പോത്തല്ലടാ, അവിടെ ഒരു പശു ഇങ്ങനെ ഒന്ന് പുല്ലുന്ന. കുറച്ചിങ്ങനെ കഴിഞ്ഞിട്ട് പോരുമ്പോ എന്താപ്പാ അത്? അതന്നെ ചോദിക്കണത്, പിന്നെ അതന്നെ ചോദിക്കണത്. പറഞ്ഞു, അതൊരു പശു പുല്ലുന്ന, അങ്ങനെ തിന്നാണേ, ചായ കുടിക്കലില്ലേ, നീ ചോറുന്നലില്ലേ, പശുവിന് വിശന്നിട്ട് തിന്നാണ്. കുറച്ച് കഴിഞ്ഞ് രണ്ടടി നടന്നപ്പോ പിന്നെയും ചോദിക്കരുത്. ആ എന്താപ്പാ? ചോദിച്ചെന്നെ ചോദിച്ചു. നമ്മൾ ദേഷ്യം പിടിച്ചോ? നമ്മളെ കുട്ടികളോട് ദേഷ്യം പിടിച്ചോ? ഇല്ല. എന്താ? കുട്ടിയല്ലേ. നമ്മളെ പ്രായത്തെ മാനിച്ചിട്ട് നമ്മുടെ ചോദ്യങ്ങൾ എത്ര ആവർത്തിച്ച് ചോദിച്ചാലും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അതൊരു കൗതുകമായിരുന്നു. ചോദിക്കുമ്പോ ആ കഞ്ചല ചോദ്യം കേൾക്കുമ്പോ പിന്നെയും സന്തോഷത്തോടുകൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ മറുപടി തരും. കൊഞ്ചി നമ്മളും അങ്ങോട്ട് കളിക്കും. ഇങ്ങനെയൊക്കെ ഒരു കാലം നമ്മുടെ പ്രായത്തെ മാനിച്ചിട്ട് ആ ഉമ്മയിപ്പിയും സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയിപ്പിയും പ്രായമാകുമ്പോ നീയും കുറച്ച് സഹിക്കാനുണ്ട്, നമ്മളും കുറച്ച് സഹിക്കാനുണ്ട്. അവര് പ്രായാധിക്യമുള്ളവരാണ്. അവര് ആവശ്യമില്ലാതെ കരയും, ആവശ്യമില്ലാതെ ഒച്ചട്ട് സംസാരിക്കും, പറയുന്നതിനൊന്നും മനസ്സിലാവില്ല, പറയുന്നതിന് നേരെ എതിരിങ്ങോട്ട് പറയും, ദേഷ്യം പിടിക്കും, കിടന്നോടത്ത് കിടന്ന് മൂത്രയിക്കും, മലവിസർജനം നടത്തും. അകാരണമായി നമ്മൾ ചീത്ത പറയും, ചിലപ്പോ അടിച്ചു എന്ന് വരും. പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ മറുപടി പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ അതാ പറഞ്ഞെടുത്തു, എന്താ സംഭവം എന്ന് പിന്നെയും ചോദിക്കുന്നു. നിങ്ങൾ പിന്നെയും പറയും. മൂന്നാമത് വാപ്പയും ചോദിച്ചാ അവിടെ പറഞ്ഞിട്ട് കാര്യം മാറിപ്പോയിക്കാണി. അവിടെ നമ്മളെ കുട്ടികളോട് നമ്മളത് പറഞ്ഞോ ചെറുപ്പത്തില്? ഇല്ല. പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മയും ഉപ്പയും ജരാനരകൾ ബാധിച്ചു പ്രായത്തിന്റെ അങ്ങേയറ്റത്തിൽ എത്തുമ്പോ അവർക്കുണ്ടാകും ഒരുപാട് ചാപല്യങ്ങള്. കൊച്ചുകുട്ടികളെ പോലെ കിടന്നോടത്ത് കിടകുവര്, കൊച്ചുകുട്ടികളെ പോലെ അവരുടെ അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നുണ്ട്. അന്ന് നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മൾ അറപ്പില്ലാതെ അവര് ചെയ്തതാ. അപ്പൊ മാതാപിതാക്കളെ പ്രായമാകുന്ന ഘട്ടത്തിൽ അതൊക്കെ നിർവഹിക്കണമെങ്കിൽ നല്ല സഹനം വേണം. ആ നന്മ ചെയ്യാൻ നല്ല സഹനം വേണമെന്നാ പറയുന്നത്.